തഞ്ചാവൂർ ഇന്ന് മലയാളികളുടെ ഒരു ഫേവറേറ്റ് ട്രാവൽ ഡെസ്റ്റിനേഷനാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണണമെന്ന് കൊതിക്കുന്ന ഒരിടം, കണ്ടവർ വീണ്ടും പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ബിഗ് ടെമ്പിൾ എന്ന മഹാത്ഭുതം സ്ഥിതി ചെയ്യുന്ന ഒരിടം. തഞ്ചാവൂർ യാത്രയിലെ നിങ്ങൾ കാണേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും നല്ല ഭക്ഷണം എവിടെ കഴിക്കണം, എവിടെ സ്റ്റേ ചെയ്യണമെന്നതിനെ കുറിച്ചുമെല്ലാമുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത്. എല്ലാവർക്കും ഷട്ടർബഗ് എക്സ്പെഡീഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ എല്ലാവരും ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ ബൈക്കിലാണ് പോയത്. അത് ബൈക്ക് യാത്രയോടുള്ള എൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ട്രെയിൻ തന്നെയാണ് ഏറ്റവും ഈസിയസ്റ്റും കോസ്റ്റ് എഫക്റ്റീവുമായ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. കോയമ്പത്തൂരിൽ നിന്നും ഏകദേശം 6 മണിക്കൂർ ബൈക്ക് റൈഡാണ് തഞ്ചാവൂരിലേക്കുള്ളത്. ബൈക്ക് യാത്രയുടെ അമിതമായ സ്നേഹമുള്ളവർ മാത്രം ബൈക്കിൽ പോവുക. ഇടയിൽ ഇതുപോലെ വണ്ടി നിർത്തി ചായ കുടിച്ചും കാണുന്ന കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയും രാവിലെ 5 മണിക്ക് തുടങ്ങിയ യാത്ര അവസാനിച്ചത് 12 മണിക്ക് തഞ്ചാവൂരിൽ പൊന്നി എന്ന ഹോട്ടലിൽ എത്തിയപ്പോഴാണ്. നല്ല വൃത്തിയുള്ള റൂമുകളും സർവീസസും ആയിരുന്നു അവിടെ. ഫാമിലിയായി വരുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഹോട്ടൽ. ബൈക്ക് യാത്ര ആയതുകൊണ്ട് തന്നെ ഹോട്ടലിൽ എത്തിയ ഉടനെ ഒരു 4 മണിക്കൂർ കിടന്നുറങ്ങി. എഴുന്നേറ്റ് ഫ്രഷായ ശേഷം ഒരു ചായ കുടിക്കാൻ ഈ അമ്മയുടെ കടയിൽ പോയി സ്നാക്സും കഴിച്ചു. തഞ്ചാവൂർ ടൗണൊന്ന് നടന്ന് കാണണമെന്ന് തീരുമാനിച്ചു. ഇന്നെന്തായാലും ആകെ ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ: തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളിന്റെ രാത്രി ഭംഗി ആസ്വദിക്കുക. അങ്ങനെ ടൗണിലേക്ക് കറക്കം അവസാനിപ്പിച്ച് ഒരു 6 മണിയോടെ ബൃഹദീശ്വര ടെമ്പിളിലേക്ക് പോയി. തഞ്ചാവൂരിൽ നമുക്ക് കാണേണ്ട പ്ലേസസ് എല്ലാം ഒരുവിധം വാക്കിംഗ് ഡിസ്റ്റൻസ് തന്നെയാണ്. അതുകൊണ്ട് വണ്ടിയില്ലെങ്കിലും സത്യം പറഞ്ഞാൽ പ്രശ്നമില്ല. ഞാൻ സ്റ്റേ ചെയ്ത ഈ ഹോട്ടലും ബിഗ് ടെമ്പിളിന് വളരെ അടുത്താണുള്ളത്. ബൃഹദീശ്വര ടെമ്പിൾ ദൂരെ നിന്ന് കണ്ട് അതിനടുത്തേക്ക് ഓരോ സ്റ്റെപ്പ് അടുക്കും തോറും നമ്മളെ ആ നിർമ്മിതി അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പെരിയ കോവിൽ അഥവാ ബിഗ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ബൃഹദീശ്വര ടെമ്പിളിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം ഞാൻ പറയാം. ബിഗ് ടെമ്പിൾ കാണാൻ വരുമ്പോൾ നിങ്ങൾ രാത്രിയിലും പകലും ടെമ്പിൾ വിസിറ്റ് ചെയ്യണം. രാത്രിയിലെ ടെമ്പിളിന്റെ ഭംഗി വീഡിയോയിൽ കാണുന്നതിലും മനോഹരമാണ്. ലൈറ്റ് ആംബിയൻസും അതിന് ചേരുന്ന സംഗീതവും എല്ലാം കൂടി തിരക്കുകൾക്കിടയിലും ഒരു സമാധാനവും ഡിവൈൻ ഫീലും നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബിഗ് ടെമ്പിൾ നൈറ്റ് വിസിറ്റ് ഒരിക്കലും മിസ്സാക്കരുത്. ടെമ്പിളിന്റെ ഓരോ ഇടനാഴി പോലും മിസ്സാക്കാതെ മുഴുവനായി കണ്ട് ആസ്വദിച്ചു. ഒരു 8 മണിയോടെ പുറത്തിറങ്ങി. ലഞ്ച് പ്രോപ്പറായി കഴിച്ചിരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. എന്തായാലും ബിരിയാണി കഴിക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ മുമ്പ് ഏതോ വീഡിയോയിൽ പറഞ്ഞു കേട്ട നല്ല മട്ടൻ ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലിനെ കുറിച്ച് ഓർമ്മ വന്നു. നേരെ അങ്ങോട്ട് പോയി. ഹോട്ടലിന്റെ നെയിം ദേവരാസ് ബിരിയാണി എന്നായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. നല്ലപോലെ വയറ് നിറഞ്ഞു. അന്ന് വേറെ പ്ലാനൊന്നും ഇനിയില്ല. നേരെ പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം ഏർലി മോർണിംഗ് തന്നെ ടെമ്പിളിലേക്ക് പോയി. രാത്രി കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ശാന്തമായിരുന്നു അമ്പലം. ടെമ്പിൾ കവാടം കടന്നു ചെല്ലുമ്പോൾ മയിലുകളെയും കാണാം. ടെമ്പിളിന്റെ അവസാന കവാടത്തിന് മുൻപുള്ള മരത്തിലെ വെള്ളപ്പൂക്കൾ താഴെ പച്ചപ്പുല്ല് വീണ് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. 1004 മുതൽ 1010 CE കാലഘട്ടത്തിൽ രാജരാജ ചോളൻ ഒന്നാമൻ പണി കഴിപ്പിച്ചതാണ് ബൃഹദീശ്വര ടെമ്പിൾ. ഇതിന്റെ നിർമ്മാണത്തിൽ ഇപ്പോഴും ഒരുപാട് കോൺസ്പിറസി നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം. അതിന്റെ മേജർ റീസൺ ടെമ്പിളിലെ വിമാന ടവറിന്റെ മുകളിലെ 80 ടൺ ഭാരം വരുന്ന സിംഗിൾ സ്റ്റോൺ റോക്ക് എങ്ങനെ ഇത്ര മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ്. കോൺസ്പിറസിയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും അത് കാണുമ്പോൾ നമുക്ക് സംശയം തോന്നാം, എങ്ങനെ മുകളിലേക്ക് എത്തിച്ചു എന്നത്. ഈജിപ്റ്റ് പിരമിഡ് കൺസ്ട്രക്ഷൻ പോലെ തന്നെ ഇതും ഒരു വണ്ടറാണ്. അതുകൊണ്ട് തന്നെ ചിലർ ഇത് ഏലിയൻസ് ആണ് ചെയ്തതെന്ന് വരെ പറയാറുണ്ട്. എന്തായാലും ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികളും ആർക്കിടെക്ചറുമാണ് ശിവ ടെമ്പിളായ ബൃഹദീശ്വര ടെമ്പിളിലുള്ളത്. തഞ്ചാവൂർ പോകുന്നതിന് മുൻപ് ഹിസ്റ്ററി അറിയാൻ താല്പര്യമുള്ളവർക്ക് റെഫർ ചെയ്യാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. അങ്ങനെ രാത്രിയും പകലും ടെമ്പിൾ നല്ല പോലെ നടന്നു കണ്ടു. തഞ്ചാവൂർ യാത്ര ബൃഹദീശ്വര ടെമ്പിൾ മാത്രമായി അവസാനിക്കുന്നില്ല. അടുത്ത കാഴ്ചകൾ കാണാൻ പോകുന്നതിന് മുൻപ് ടെമ്പിളിന് മുമ്പിൽ തന്നെയുള്ള പ്യുവർ വെജ് റെസ്റ്റോറൻ്റായ ശ്രീകൃഷ്ണ ഭവനിൽ കയറി മസാല ദോശ കഴിച്ചു. കോഫിയും കുടിച്ചു. നല്ല ഫുഡായിരുന്നു. അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ബിൽഡിങ്ങിനോട് ചേർന്ന് തഞ്ചാവൂർ റിലേറ്റഡും അല്ലാതെയുമുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്സ് ടൂറിസ്റ്റുകൾക്ക് വാങ്ങാൻ വേണ്ടി സെയിൽ ചെയ്തിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ട്, പക്ഷേ അതുപോലെ തന്നെ എക്സ്പെൻസീവുമായിരുന്നു. തഞ്ചാവൂർ പാവ വാങ്ങാനാണെങ്കിൽ ടെമ്പിളിന് മുൻപിൽ ഫുട്പാത്തിൽ നമുക്ക് വില കുറവിൽ കിട്ടും. അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. പിന്നെ പോയത് തഞ്ചാവൂർ പാലസ് കാണാനായിരുന്നു. 1534 CE ഇത് പണി കഴിപ്പിച്ചത്. ഒരു ആർക്കിയോളജി സൈറ്റായി സൂക്ഷിക്കുന്ന പാലസിലെ മെയിൻ അട്രാക്ഷനായി കരുതുന്നത് ഇനി പറയാൻ പോകുന്നവയാണ്. ഒന്നാമത്തേത് റോയൽ പാലസ് കോംപ്ലക്സ്, പിന്നെ ദർബാർ ഹാൾ. പക്ഷേ പോയപ്പോൾ ക്ലോസ്ഡ് ആയിരുന്നു. മെയിൻ്റെനൻസ് ഒന്നും നടക്കുകയായിരുന്നു. കൂടാതെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലൈബ്രറി ഇൻ ഏഷ്യ ആയ സരസ്വതി മഹൽ ലൈബ്രറി, പിന്നെ ആർട്ട് ഗാലറി. ചോള പീരീഡിലെ ബ്രോൺസ് സ്റ്റാറ്റ്യൂസ് ഇവിടെ കാണാം. കൂടാതെ സ്റ്റോൺ സ്കൾപ്ചേഴ്സും പിന്നെ ആൻഷ്യൻ്റ് ഐഡിയൽസ് എന്നിവയുമെല്ലാം ആർട്ട് ഗാലറി വിസിറ്റിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ബെൽ ടവർ. ഇങ്ങനെ ഒരു 1 to 2 അവറിൽ കണ്ടു തീർക്കാൻ കഴിയുന്ന ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ തഞ്ചാവൂർ പാലസിൽ കാണാവുന്നതാണ്. പാലസ് വിസിറ്റിന് ശേഷം നേരെ പോയത് വീണ മേക്കിംഗ് കാണുവാനാണ്. തഞ്ചാവൂർ സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ വീണ മേക്കിങ്ങിന്റെ സെന്റർ എന്നും അറിയപ്പെടാറുണ്ട്. എസ്പെഷ്യലി കർണാടിക് മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന സരസ്വതി വീണ മേക്കിങ്ങിൽ തഞ്ചാവൂരിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ റീസൺസും ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ തഞ്ചാവൂർ വീണ മേക്കിംഗ് കാണുവാൻ പോയി. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ആ ഒരു വിസിറ്റിൽ നിന്നും വിറ്റ്നസ് ചെയ്യാൻ കഴിഞ്ഞത്. പാലസിന്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും കൂടി വീണ നിർമ്മിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. അവരുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എന്നോണം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ഫോട്ടോസും അവിടെ കണ്ടു. തഞ്ചാവൂർ യാത്രയിൽ വീണ നിർമ്മാണം കാണാൻ പോകുന്നത് നല്ലതാണ്.
കാരണം ഇതൊന്നും നമ്മൾ അധികം കാണുന്ന കാഴ്ചകളല്ല. അടുത്തതായി ഞാൻ പറയുന്നത് തഞ്ചാവൂരിൽ നിങ്ങൾ പോകുമ്പോൾ മസ്റ്റായും പോവേണ്ട ഒരു ഫുഡ് ഡെസ്റ്റിനേഷനെ കുറിച്ചാണ്. ചെല്ലമ്മാൾസ് മണപ്പാണൈ സമ്മേൽ എന്നാണ് റെസ്റ്റോറൻറ്റ് നെയിം. അവിടെ പോയി വീഡിയോയിൽ കാണുന്ന പോലെ മീൽസ് ഓർഡർ ചെയ്യുക. ഒരു വെജിറ്റേറിയൻ തമിഴ് സ്റ്റൈൽ സദ്യ ഇഷ്ടമുള്ള ആളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും, അതുകൊണ്ട് മറക്കണ്ട. അങ്ങനെ തഞ്ചാവൂർ യാത്ര അവസാനിക്കുന്നു. നിങ്ങളുടെ തഞ്ചാവൂർ യാത്രയിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു.